എന്തായാലും ഈ ഒരു ആവേശത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പെർഫോമൻസിലേക്ക് കടക്കാനുള്ള സമയമാണ്. നമ്മുടെ ഇന്നത്തെ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ടൈമാണ്. സോ വിളിക്കാം അല്ലേ? Let's welcome Sandhya Nambiar and Vaiga Nambiar. നമസ്കാരം. അപ്പോ ഇതില് നിങ്ങൾക്ക് പല ഡൗട്ട് ഉണ്ടാവൂല, ആരാണ് അമ്മ, ആരാണ് മോള്? അതന്നെ, ഇത് അമ്മയും മകളുടെ ഷോ ആണോ ചേച്ചിയും അനിയത്തിയാണോ? സന്തൂർ മമ്മിയാണ് നമ്മൾ, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് അല്ലേ? ഇത് ഈ ചോദ്യം അതായത് സന്ധ്യ ചേച്ചി വിചാരിക്കുന്നത് ഈ ചോദ്യം ഞാൻ കേട്ട് പാടുത്തു എന്ത് ചെയ്യാ, ഈ സൗന്ദര്യം ഒരു ശാപമാണെന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. എത്ര പേര് ഈ ചോദ്യം എവിടെ എല്ലായിടത്തും പോയാലും ഈ ചോദ്യം കേൾക്കാറുണ്ടോ? ഞാനൊരു ഡാൻസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു ഡാൻസ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ കമന്റ് ചില പ്രാവശ്യമൊക്കെ ഇങ്ങനെ കാണും. അപ്പം അവൾക്ക് കുശുമ്പ് വരും ഇടക്ക്. അതൊക്കെ കേൾക്കുമ്പോൾ അമ്മ എന്തെങ്ങനെ പറഞ്ഞു, ഇനി അമ്മ ഒരേ കോസ്റ്റ്യൂം ഇടണ്ട, സെയിം കോസ്റ്റ്യൂം വേണ്ട, വേറെ ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് സന്തോഷവും മകൾക്ക് കുറച്ച് വിഷമോ കുശുമ്പോ ഉള്ള കാര്യമാണ്. ശ്വേതാജിക്ക് എന്താ തോന്നണേ? ഇവിടെ വന്ന വേദിയിൽ വന്ന എല്ലാ അമ്മമാരും മക്കളാണെങ്കിലും എല്ലാവരും അവർ സ്വന്തമായ ഒരു സെൽഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെൽഫ് ലവേഴ്സ് ആണ് എല്ലാവരും, വിച്ച് ഇസ് വെരി ഗുഡ്. ബിക്കോസ് സ്വന്തമായ ഒരു റെസ്പെക്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് വേണമെങ്കിൽ നേടാം. അതാണ് എനിക്ക് ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റന്റിനെ കണ്ടിട്ട് പഠിക്കാൻ പറ്റിയിരുന്നത്. ബിക്കോസ് നമ്മളെ മറക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും കറക്റ്റ് പാത്തിലാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് എവ്രി വൺ, റിയലി. അപ്പൊ എന്തായാലും ദാ ഇവരുടെ ഒരു AV നമുക്ക് കാണാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഓക്കെ, എൻ്റെ പേര് സന്ധ്യ, ഇതെൻ്റെ മകൾ വൈഗ. ഞങ്ങൾ കണ്ണൂർക്കാരാണ്. ഞാനൊരു അധ്യാപിക കൂടിയാണ്. ടീച്ചിങ് എൻ്റെ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഡാൻസിങ് എൻ്റെ ഒരു പാഷനാണ്. ഒരു അമ്മ മകൾ എന്ന റിലേഷന് ഉപരി നല്ലൊരു ഫ്രണ്ട്സാണ്, ഒരു ഫ്രണ്ട്ലി റിലേഷനാണ്. ഞങ്ങൾ എന്തും ഓപ്പണപ്പായി പറയും. അടിയാണെങ്കിൽ നല്ല അടിയാണ്, നല്ല അടിയും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും, സ്നേഹവുമാണ്. അപ്പോൾ പാവം അമ്മയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തെ കുറേ ഡാൻസ് റീൽസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം, അതേ സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. മകൾ എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ ഡയറക്റ്റ് ചെയ്തു. മകളായിട്ട് മോള് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 3 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഡാൻസിങ്. അമ്മയുടെ സപ്പോർട്ടും കൊണ്ടാണ് ഡാൻസ് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേജൊക്കെ കയറാൻ തുടങ്ങി, പിന്നെ നമ്മൾ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ആ ഒരു കോംബോ ഉള്ളത്. ശ്വേതാജി, ദാ ഇവരുടെ കുട്ടി വിശേഷങ്ങളാണ്. ഡയറക്ടർ, കൊറിയോഗ്രാഫർ, അങ്ങനെയൊക്കെയാണ്. അല്ല, ഗുഡ്. സോ യു പീപ്പിൾ ഷുഡ് ഡു ഇറ്റ്. വൈ നോട്ട്? ഐ എം വെരി പ്രൗഡ്. ഐ എം വെരി ഹാപ്പി. അതിനൊരു അമ്മ സപ്പോർട്ട് ചെയ്യുക, അമ്മ അതിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യുക. നമ്മൾ പറയില്ലേ, നമുക്കറിയില്ല നമ്മുടെ കഴിവ് എവിടെയാണ്, എന്തൊക്കെയോ സർപ്രൈസസ് നമുക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഇത്രയേ ഉള്ളൂ, യുനോ. ആൻഡ് ക്രിയേറ്റിവിറ്റി, അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്രിയേറ്റീവ് ജോബാണ്. ഇറ്റ്സ് എ പെർമനന്റ് 365 ഡേയ്സ് ജോബാണ്. അപ്പൊ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ സിനിമയല്ല എന്ത് വേണമെങ്കിലും നമുക്ക് ബാഹുബലി ഉണ്ടാക്കാം. അല്ല പിന്നെ ആൻഡ് ഈ അതായത് നമ്മുടെ സന്ധ്യ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തില് ഓൾറെഡി എനിക്കൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, മിണ്ടണ്ട, പറഞ്ഞു. ഇനി ശ്വേതാജി ഡേറ്റ് കൊടുക്കോ ഇല്ലയോ? അല്ല, എന്നോടും പറഞ്ഞു ഞാനാണ് ആ മകളുടെ റോള് ചെയ്യുന്നത്. എന്നോടും പറഞ്ഞു മകള് ചേച്ചി. അപ്പൊ അമ്മ സ്വാസിക്ക അല്ല, ഞാൻ വേറെ, അതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്. അതാണ് ഞാൻ. അമ്മ വേറെ ആരെങ്കിലും അവര് ഫിക്സ് ചെയ്തോളും. അതെ, പക്ഷെ ശ്വേതാജി ഡേറ്റ് കൊടുക്കും. പിന്നെ ഒരു ജാസ്തി ന്യൂ കമർ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇഫ് ഐ ആം ഗെറ്റിംഗ് എനി ഗുഡ് വർക്ക് ഫ്രം എനിബഡി, ഐ ആം ദേർ. എപ്പോഴും പുതിയ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്നലെ കൂടി നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചുള്ളൂ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ സന്ധ്യക്കുട്ടി ഒരു മൂവി ഡയറക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് കയ്യോടെ ഇപ്പോഴെ തന്നെ എല്ലാം ഇതൊക്കെ മേടിച്ചു വെച്ച് അഡ്വാൻസ് കൊടുത്തോളൂ അല്ലേ ചേച്ചി? എല്ലാം ഫുൾ സപ്പോർട്ടാണ്. ബിക്കോസ് ഐ ഫീൽ സ്ത്രീകള് മുൻകൈ എടുത്ത് ഈ ഫീൽഡിൽ വരണം. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഫീൽഡ്, ഇറ്റ്സ് എ ബെസ്റ്റ് ഫീൽഡ്.
നമ്മളുടെ കയ്യിലാണ് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ പ്ലീസ് വെൽക്കം. സൂപ്പർ.